യുവരാജ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി കണ്ണുരുട്ടുന്നില്ല? കണ്ണുരുട്ടാത്തതിലുള്ള നരേന്ദ്രമോദി ആവശ്യത്തിന് അല്ല ഇതിനകത്ത് ഈ കണ്ണുരുട്ടുക എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നമ്മൾ ചാടിക്കയറി ഭീഷണിപ്പെടുത്തുക, ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിനെ കയറി ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ 2 റൗണ്ട് നമ്മൾ സംസാരിക്കുക, സംസാരം മുമ്പോട്ട് പോയതിന് ശേഷം മാത്രം അവിടുന്ന് തിരിച്ച് മറുപടി വരിക, അതിന് ശേഷം മാത്രം ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. അല്ലാണ്ട് ഇദ്ദേഹം പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഞാൻ കുറച്ച് നേരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇമ്രാൻഖാൻ ഗവൺമെൻറ്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി. ഇന്ത്യ എന്ത് അസ്ഥിരപ്പെടുത്തിയെന്നേ? ഇന്ത്യയുടെ ഇമ്രാൻഖാൻ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത്? ഇമ്രാൻഖാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളം ഉണ്ടായി, അദ്ദേഹത്തിനെ കോടതി എന്തോ ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹത്തിന് നാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് പോയി പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞോ? താങ്കൾ എന്തൊക്കെയാന്ന് വിളിച്ചു പറയുന്നത്? താങ്കൾ എവിടെ വായിച്ചത്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് എവിടെ അട്ടിമറിച്ചതാണ്? അല്ല, ഇന്ത്യ ഗവൺമെന്റ് അട്ടിമറിച്ചത് തെളിവ് കാണിച്ചാൽ ഇന്ത്യ അല്ലല്ല. താങ്കൾ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തിയത് താങ്കളാണ് പറഞ്ഞത്. ഇന്ത്യ ഗവൺമെന്റ് എവിടെ അസ്ഥിരപ്പെടുത്തിയെന്ന് താങ്കൾ പറയുന്നേ? അല്ല, നമ്മൾ ഈ അല്ല, താങ്കൾ എണീറ്റ് ഓടല്ലേ കുറച്ച് നേരമായി ഒളിച്ചോട്ടം തുടങ്ങിയിട്ട്. അങ്ങോട്ടേക്ക് ചോദ്യം വരുമ്പോ അവിടെ കിടന്ന് ഉരുളാനും ഓടാനും ഒക്കെ അങ്ങേക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങ് അവിടെ അടങ്ങിയിരിക്കൂ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അങ്ങ് പറഞ്ഞു ഇന്ത്യ ഇമ്രാൻഖാൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തി എന്ന് പറഞ്ഞു. എങ്ങനെ അസ്ഥിരപ്പെടുത്തി? എവിടെ അസ്ഥിരപ്പെടുത്തി? ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇന്ത്യ അസ്ഥിരപ്പെടുത്തി എന്ന് പറയുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരൂ. ഇന്ത്യ എന്ന് പറയുന്ന ഗവൺമെന്റ് ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ സർക്കാരുകളെ അട്ടിമറിക്കുവാനും പോകുന്ന, അസ്ഥിരപ്പെടുത്തുവാനും പോകുന്ന ഭീകരവാദ ഗവൺമെന്റ് ഒന്നുമല്ല ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അത് ആദ്യം തിരുത്തണം. രണ്ടാമത്തെ കാര്യം, അങ്ങ് മിണ്ടാതിരിക്കുക. എന്റെ ഊഴാണ്, ഞാൻ സംസാരിക്കുകയാണ്. പറഞ്ഞോട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്താനായിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 2, ഇമ്രാൻഖാൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമണം നടത്തിയതിൽ അങ്ങയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ആക്രമിക്കും. ഇങ്ങോട്ടേക്ക് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെ അഴിച്ചുവിടാൻ ഉദ്ദേശം പാകിസ്ഥാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ സലിം മടവൂർ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഇനിയും വേദന ഉണ്ടാക്കുന്ന തലത്തിലുള്ള തിരിച്ചടി പാകിസ്ഥാന് ലഭിക്കുന്ന സാഹചര്യം ഭാരതത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വിചാരിക്കേണ്ട. ഇപ്പൊ ബംഗ്ലാദേശിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ. ഇപ്പൊ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ആഭ്യന്തര വിഷയമാണ്. ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ആഭ്യന്തരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യ ഉടനെ ശ്രീലങ്കയിലേക്ക് ചെന്ന് കണ്ണുരുട്ടണമെന്നാണോ അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത്? ശ്രീലങ്കയിലെ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കണം എന്ന് പറഞ്ഞ് ആദ്യത്തെ തരത്തിൽ നമുക്ക് ഇടപെടാൻ മാത്രമേ, ഇവിടെ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ പോകാൻ മാത്രമേ ലോകത്ത് ഒരു ജനാധിപത്യപരമായി പെരുമാറുന്ന രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. ആ കാര്യം ശ്രീലങ്കയിൽ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഏത് ഭാഗത്ത് അത്തരത്തിലുള്ള ഇപ്പോ ഈ പറയുന്ന റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഉടനെ ഇന്ത്യ പുടിനെ നോക്കി കണ്ണുരുട്ടണോ അതോ ഉക്രൈനെ നോക്കി കണ്ണുരുട്ടണോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു വരുന്നത്? അത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു രാജ്യത്ത് ആഭ്യന്തരമായ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തും നമുക്ക് അത് മാത്രമേ തുടക്ക കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നും ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ട് ഹിന്ദു വംശഹത്യ ഉണ്ടാവുകയും മൈനോറിറ്റീസിനെ സംരക്ഷിക്കാത്ത നീക്കങ്ങൾ തുടർന്നും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും. ഇന്ത്യ അഫ്ഗാനിസ്ഥാനോ ചൈനയോ പോലെ ആരോടും യാതൊരു ബാധ്യതയും ഉത്തരവാദിത്വവും ഇല്ലാതെ പെരുമാറുന്ന ഒരു രാജ്യമല്ല. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന തലത്തിലേക്ക് സെന്റർ സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന രാജ്യമാണ്. ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുമ്പോ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവണം. ആ ഡിഗ്നിറ്റിയോടുകൂടി ഇടപെടാൻ കഴിയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് ഒരു പരിധി ലംഘിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ നിങ്ങൾ പറയുന്ന ഭീഷണിയുടെ ലെവലിലേക്ക് ഇന്ത്യക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യ നാളെ അവിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ കയറി ഭീഷണിപ്പെടുത്തിയിട്ട് അവരെന്താ വെറുതെ ഇരിക്കുമോ? അവര് തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് റിയാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. റിയാക്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്.
പറയുന്നത്. ചുമ്മാ ചാടിക്കേറി നാളെ അങ്ങ് യുദ്ധം തുടങ്ങാൻ കഴിയുമോ? അങ്ങ് ബംഗ്ലാദേശ് ലിബറേഷന്റെ കാര്യം പറഞ്ഞല്ലോ. ബംഗ്ലാദേശ് ലിബറേഷൻ എന്താ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് അടുത്ത ദിവസം അവിടെ യുദ്ധം ഉണ്ടായതാണോ? എത്ര നാളത്തെ ഇഷ്യൂവിന് ശേഷമാണ് അവിടെ പറയുന്ന ഗൊറില്ല ഫോഴ്സസും പാകിസ്ഥാൻ ആർമിയും തമ്മിലുള്ള എത്ര നാളത്തെ പോരാട്ടത്തിന് ശേഷമാണ്, എത്ര പട്ടണങ്ങൾ കത്തിയെറിഞ്ഞതിന് ശേഷമാണ് അവസാനം ഇന്ത്യ ഇടപെടേണ്ടി വന്നത്? ചുമ്മാ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഇന്ത്യ കണ്ണുരുട്ടണം, ഭീഷണിപ്പെടുത്തണം. എന്താ ഇത്? മറ്റൊരു രാജ്യത്തെ സർക്കാരിനൊന്ന് ഭീഷണിപ്പെടുത്താൻ സാധിക്കുമോ? ഭീഷണിപ്പെടുത്തി അവർ വെറുതെ ഇരിക്കുമോ? അത് യുദ്ധത്തിലേക്ക് പോകത്തില്ലേ? ആ യുദ്ധത്തിലേക്ക് വെറുതെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും പോകാൻ സാധിക്കുമോ? ഇന്ത്യയുമായിട്ട് നിലവിൽ യുദ്ധം ചെയ്യാനോ ഇന്ത്യയുമായിട്ട് അത്തരത്തിലുള്ള ഒന്നും സാധിക്കുന്ന രാജ്യമല്ല നിലവിൽ ബംഗ്ലാദേശ്. അവിടെ ഇപ്പോഴും നമ്മുടെ ഈ സംസാരിച്ചു ഒരു രാജ്യത്തിന് ബംഗ്ലാദേശിന് ഇന്ത്യയായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു രാജ്യത്തിനോട് സംസാരിക്കുന്നതിന്, ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുന്നതിന് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ജിയോ പൊളിറ്റിക്സിൽ. ആ രീതിയിൽ ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങ് തീരെ റെസ്പോൺസ് അങ്ങനെ ചാനലിൽ ഇരുന്നിട്ട് സംസാരിക്കുകയാണ്. അത് അല്പം കൂടി റെസ്പോൺസിബിൾ ആയിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന് അങ്ങ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ല, നിങ്ങൾ പറയുന്നത് മനസ്സിലായി. നിങ്ങൾ ഈ പ്രശ്നം അനന്തമായി തുടരലാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഒന്നും ചെയ്യില്ല. അവിടെയുള്ള മുഴുവൻ ഹിന്ദു സഹോദരന്മാരും മരണപ്പെട്ടാലും അവർ കൊല്ലപ്പെട്ടാലും എല്ലാ ക്ഷേത്രങ്ങളും തകർക്കും. നിങ്ങൾ പറഞ്ഞത് അവിടെ യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ലേ പറഞ്ഞ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇപ്പൊ ഉണ്ട്. ആരാ അവിടെ ആക്രമിക്കുന്നത്? ശരി, അവിടെ ഹിന്ദു സഹോദരന്മാരെ കൊല്ലുന്നാരാ? ബി ജെ പി അതൊന്ന് പറഞ്ഞേ. നിങ്ങൾ അല്ല, ആരാ കൊല്ലുന്നതെന്നൊന്ന് പറഞ്ഞേ. അല്ല, അവിടുത്തെ ഭൂരിപക്ഷം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്താ സംശയം? അവർ നടപടി ഭൂരിപക്ഷം മുസ്ലിം പ്രശ്നമാണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഏത് രാജ്യമൊന്നുമല്ല. നിങ്ങളുടെ ഭൂരിപക്ഷ സമുദായം അവിടെയുള്ള ഭൂരിപക്ഷ എനിക്ക് അങ്ങനത്തെ അഭിപ്രായം കേട്ടോ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ രഹസ്യ സഖ്യകക്ഷിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പറയട്ടെ, അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ചില ആളുകൾ അതിലെ തീവ്രവാദം ഇവിടെ എല്ലാ ഹിന്ദുക്കളും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? സംഘപരിവാറിലെ ചില ശക്തികളാണ് ഇന്ത്യയിൽ ഓരോ ദിവസവും പള്ളി പൊളിക്കാനും സർവേ നടത്താനും ഒക്കെ പോകുന്നത്. അതേപോലെ ബംഗ്ലാദേശിലും അവിടെ അമ്പലത്തിന്റെ മുകളിൽ പള്ളി പണിയുന്ന ടെക്നോളജി ചിലർ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സർവേ നടത്തുന്ന വഴിയുള്ളൂ. ഞാൻ പറയുന്നത് അവിടുത്തെ തീവ്രവാദികൾ അവർക്കെതിരെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് ഉത്തരം പറയാതെ കുറേ ബഹളം വെച്ചോണ്ട് യുവരാജ് പറഞ്ഞു ബഹളം ഉണ്ടാക്കിയതിന്റെ കാര്യം അല്ല, ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തെങ്കിലും സെൻസ് ഉണ്ടാവണ്ടേ സാർ? നയതന്ത്ര ബന്ധം ഇതൊന്നും സലീം അടവൂരിന് അറിയാത്തതല്ല. സലീം അടവൂർ പ്ലീസ് ദയവ് ചെയ്ത് കാടടച്ച് വെടിവെക്കരുത് പ്ലീസ്.